വായിക്കാൻ കഴിയാഞ്ഞിട്ട് മുമ്പ് നമ്മൾ അറബി പത്രം വായിച്ചു ഞാൻ മുമ്പ് കേൾപ്പിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? വാജ്പേയിയെ കുറിച്ചൊരു ലേഖനം വന്നപ്പോ അത് വാജ്പേയിന്റെ മൗലൂദാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അടൽ ബിഹാരി വാജ്പേയി കേട്ടോ, മൗലൂദാണ് അടൽ ബിഹാരി വാജ്പേയി. ഇങ്ങനെ പറയുന്നുണ്ട്, മൗലൂദല്ലേ. അപ്പൊ അറബിയിലും വാജ്പേയി മൗലൂദ് പിടിച്ചോ, എനിക്ക് സമയമല്ല. കള്ളി പൊളിഞ്ഞില്ലേ, കള്ളി പൊളിഞ്ഞില്ലേ, അറബി അറിയില്ല. ഇനിയിപ്പം വന്നിട്ട് ഹർക്കത്തിട്ട് വായിക്കൂ, വേറെ ഏതെങ്കിലും ഒരു ഹർക്കത്ത് നീക്കൂ. അത്ര വിവരമില്ല. ഒന്ന് കേൾക്കണോ? ഇവരെ ഒരു മൗലവി പറയുന്നത് ഖലീൽ തങ്ങളും പാണക്കാട് തങ്ങളൊന്നും തങ്ങളല്ല, അവർ ഇസ്ലാമിന്റെ മാർഗത്തിലല്ല. കേൾപ്പിച്ചെടുത്താ മോനെ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല, ആദർശം കൊണ്ട് തീരെയില്ല. കേട്ടില്ലേ? ഖലീൽ തങ്ങൾക്കും പാണക്കാട് തങ്ങൾക്കൊന്നും റസൂലുള്ളാഹിയായിട്ട് കുടുംബ ബന്ധവും ഇല്ല, ആദർശ ബന്ധം തീരെയില്ല. പിന്നെ ആരാ തങ്ങള്? മുജാഹിദിന്റെ മൗലവി പറയുന്നത് തങ്ങന്മാരാരാന്നറിയോ? ഒന്ന് LK അഡ്വാനി, ഒന്ന് അശോക് സിംഗാൾ. ആര്? മുജാഹിദിന്റെ തങ്ങന്മാരെ. കേട്ടോളി, ഞാൻ വെറുതെ പറയല്ല, കേട്ടോ. ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിലയിലെത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്, എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഒന്നുകൂടി ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിലയിലെത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്, എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഇപ്പൊ തങ്ങന്മാര്, മുജാഹിദിന്റെ തങ്ങന്മാരെ മനസ്സിലായില്ലേ? അപ്പൊ മുജാഹിദിങ്ങൾ ഉറുക്ക് വാങ്ങാൻ എവിടെയാ പോവാ? അശോക് സിംഗാൾ. പിന്നെ മന്ത്രിപ്പിക്കാൻ LK അഡ്വാനി, പിന്നെ ബാലേട്ടെ, അത് അവരെ തങ്ങന്മാര്. സുബ്ഹാനല്ലാഹ്, എന്തിനിത്തരം ചർച്ചയൊക്കെ ഈ മൗലവിമങ്ങര് സമുദായത്തിന്റെ മുന്നിലിടണം? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, പാണക്കാട് തങ്ങൾ തങ്ങളല്ല പോൽ, ഖലീൽ തങ്ങൾ തങ്ങളല്ല പോൽ, അശോക് സിംഗാൾ തങ്ങളാണ് പോൽ. ഇനി നിങ്ങൾക്ക്